ചാത്തന്നൂർ തിരുമുക്ക് അടിപ്പാത എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയത്തക്ക വിധത്തിൽ പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ വിവിധ സംഘടനകൾ സമരമുഖത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തിരുമുക്കിൽ പൊതുജനങ്ങളുടെ ധർണ നടക്കുകയുണ്ടായി. പരിമിതമായ വീതിയും കൂർത്ത വളവുമാണ് ഇപ്പോൾ ഈ അടിപ്പാതയിലുള്ളത്. ഇത് കയർ വ്യവസായത്തിനും ടൂറിസത്തിനും പേരുകെട്ട പരവൂരിലേക്ക് വരുന്ന കയറ്റുമതി വാഹനങ്ങൾക്ക് വന്നു പോകുന്നതിന് വളരെ തടസ്സം സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഈ ബുദ്ധിമുട്ട് കാരണം ചാത്തന്നൂരേക്കുള്ള ബസ് സർവീസ് കുറച്ചിട്ടുണ്ട്. ഇത് യാത്രക്കാരെയും വ്യാപാരികളെയും സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. പരവൂരിൽ നിന്നും കൊട്ടിയത്തു നിന്നുമുള്ള ബസ്സുകൾ ചാത്തന്നൂരിൽ വന്നു പോവുക, വീതിയുള്ള അടിപ്പാത നിർമ്മിക്കുക, സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തുക, സിഗ്നൽ ലൈറ്റുകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നിർമ്മിക്കുക തുടങ്ങിയവയാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. ചാത്തന്നൂർ വികസന സമിതിയിലെ ജനകീയ ധർണയിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു സംസാരിച്ചു. സർവീസ് റോഡിലൂടെ ജീവൻ പണയം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്കായി സ്വകാര്യ ബസ്സുകൾ ചാത്തന്നൂർ വരെ സർവീസ് നീട്ടുക. ഇടുങ്ങിയ റോഡിലൂടെ നടന്ന് അപകടം വരാതെ നമുക്ക് സുഗമമായി ചാത്തന്നൂരിലേക്ക് യാത്ര ചെയ്യാൻ പ്രൈവറ്റ് ബസ്സുകൾ ചാത്തന്നൂരിലേക്ക് നീട്ടുക. പ്രൈവറ്റ് ബസ്സുകൾ ചാത്തന്നൂരിൽ എത്തിയാലേ കച്ചവട സ്ഥാപനങ്ങളിൽ ആളുണ്ടാകൂ, സമഗ്ര മേഖലകളിൽ വികസനമുണ്ടാകൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ചാത്തന്നൂരിന്റെ കരുത്ത് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള വമ്പിച്ച പ്രക്ഷോഭം ഏതാനും നിമിഷങ്ങൾക്കകം തിരുമുക്കിൽ ആരംഭിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, നേതാക്കൾ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, ടാക്സി യാത്രടക്കമുള്ള വാഹന തൊഴിലാളികൾ, സമസ്ത മേഖലയിലുള്ള ബഹുജനങ്ങൾ, ചാത്തന്നൂരിന്റെ ഈ പ്രക്ഷോഭം ഇവിടെ കൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ വമ്പിച്ച പ്രക്ഷോഭ പരിപാടികൾ ചാത്തന്നൂരിൽ അരങ്ങേറും എന്ന താക്കീത് നൽകിക്കൊണ്ട് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. You are watching Jewel Junction Media. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ ജനത അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ ദേശീയപാത അതോറിറ്റിയുടെയും ഒപ്പം ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ നിരവധി സമരപരിപാടികൾ ചാത്തന്നൂരിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ സമരം, അതിനെ തുടർന്ന് ഒരു 30 മീറ്റർ നീളമുള്ള ഒരു സ്പാൻ കൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ യത്നത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദേശീയപാത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള അസൗകര്യങ്ങൾ അപ്പോൾ ചൂണ്ടിക്കാണിക്കാനും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്കൊക്കെ ഈ സമരപരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ വലിയ ഒരു പ്രക്ഷോഭ പരിപാടിയുടെ ആരംഭം കുറിക്കുന്നത് ചാത്തന്നൂർ തിരുമുക്കിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള അണ്ടർപാസേജുമായി ബന്ധപ്പെട്ട കാര്യത്തെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഒരു സ്മാൾ വെഹിക്കിൾ അണ്ടർപാസേജ് ആണ്. സ്മാൾ വെഹിക്കിൾ അണ്ടർപാസേജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്നതും വലിയ വാഹനങ്ങൾ അതിനകത്ത് കടക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, വലിയ വാഹനങ്ങൾ ഒരുപാട് കടന്നു പോകും. പക്ഷെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നതല്ല നിയമപരമായി.
അതിനുള്ള ഉയരമില്ല, അതിനുള്ള വീതിയും ഇല്ല. വർക്കലയ്ക്ക് ശിവഗിരിക്ക് പോകുന്ന, വർക്കലയ്ക്ക് പോകുന്ന, പരവൂരിന് പോകുന്ന, പൂതക്കുളത്തിന് പോകുന്ന, കലക്കോടിന് പോകുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ ആരംഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗേറ്റ് വേ, ഒരു കവാടം എന്ന നിലയിൽ നമുക്ക് തിരുമുക്കിനെ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട എംപിയോട് ഈ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം 2-3 തവണയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നമ്മുടെ തന്നെ നിവേദനങ്ങൾ കൊടുക്കുകയും ആ ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ കൂടുതൽ ശക്തമായ സമ്മർദ്ദം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴയ വാക്യം വീണ്ടും നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശക്തമായ ഒരു സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. നമ്മുടെ MLA കണ്ടു, നമ്മുടെ കളക്ടറെ കണ്ടു, റീജിയണൽ ഓഫീസറെ കണ്ടു, മന്ത്രിക്ക് കണ്ടു, ഇതെല്ലാവരെയും കണ്ട് നമ്മൾ ഈ വാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ചില നിയമ തടസ്സങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ നിയമ തടസ്സങ്ങളെ തട്ടിമാറ്റി നമുക്ക് ചാത്തന്നൂരിൽ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരണമെന്ന ഒരാവശ്യവും നമ്മൾ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിരവധി സംഘടനകളുടെയും ഒക്കെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ സമരസമിതിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ നിസാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടിന്റെ യാതൊരു സവിശേഷതകളെയും മനസ്സിലാക്കാതെ, നമ്മുടെ നാട്ടിലെ വികസന സാധ്യതകളെ അറിയാതെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള പരൂരിലേക്കും ഒഴിക്കലയിലേക്കും വർക്കലയിലേക്കും ഒക്കെ പോകുന്ന പ്രധാന പാത എന്ന് കാണാതെ, ഇവിടെ പണ്ടെന്നോ എവിടെയോ നമ്മുടെ കലുങ്ക് നിർമ്മിക്കുന്നത് പോലെ ഒരു കുഴൽ, സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് എന്ന് ഓമന പേരിട്ട ഒരു കുഴൽ ഇവിടെ പണിതിരിക്കുകയാണ്. അപ്പൊ എന്താ കുഴലിന്റെ പ്രശ്നം? ഇവിടെ പലരും ചോദിച്ചു, ഞങ്ങളിവിടെ ഈ ആൾക്കാരെ കയറി ക്ഷണിക്കാൻ പറ്റി ചോദിച്ചു. ഇപ്പൊ അതിലെ കൂടെ പ്രൈവറ്റ് ബസ് കടന്നു പോകുന്നുണ്ടല്ലോ. കുറച്ച് ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പോയിരുന്നു? ഞങ്ങളിവിടെ പോയിരുന്നു എന്നാണ് സംബന്ധിച്ചെല്ലാം തന്നെ ഇവിടെ നേരത്തെ നമ്മുടെ രാജശേഖരൻ സൂചിപ്പിച്ചു. ഈ പാലം പണി തുടങ്ങിയ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ തന്നെ ഒരു ബസ്സിന്റെ പടം ഉൾപ്പെടെ വരച്ചുകൊണ്ട് ബസ്സിന്റെ നീളം ഇത്രയാണ്, വീതി ഇത്രയാണ്, ഈ റോഡിന്റെ വീതി 5.5 മീറ്ററാണ്, അതിനപ്പുറത്ത് ഓടയുടെ വീതി 1.5 മീറ്ററാണ്. റോഡിന്റെ വീതിക്കനുസരിച്ച്, റോഡിന്റെ സ്പാൻ അനുസരിച്ച് ആണ് ഈ പാലത്തിലേക്ക് ഈ ബസ്സിന് കടന്നു പോകാൻ കഴിയില്ല എന്ന് ചിത്രം സഹിതം നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് വികസന സമിതി പ്രവർത്തകർ മുമ്പോട്ട് പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമരങ്ങൾ ഏറ്റെടുക്കുവാൻ ആരും മുമ്പോട്ട് വന്നില്ല. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെമ്പാടും വലിയ എഞ്ചിൻ വിഭാഗങ്ങൾ പണിയെടുക്കുന്നത്, ശാസ്ത്രലോകത്ത് പണിയെടുക്കുന്നത് ഒക്കെ മലയാളികളാണ്. അങ്ങനെയുള്ള മലയാളിയുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പാലം ഇവിടെ പണിയുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മേലൂർ ടൗണിൽ പണിയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ, ഇത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് തിരുത്തി പറയുവാൻ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് ഇല്ലേ എന്നൊരു സംശയവും കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിയമസാധ്യതയില്ലാത്ത ഈ പാലം പൊളിച്ചു മാറ്റിക്കൊണ്ട്, ഈ അണ്ടർ പാസേജ് പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയൊരു പാസേജ് പണിയണം എന്നുള്ളതാണ് ഈ സമരസമിതിയുടെയും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ അരങ്ങേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സമരങ്ങളിലെല്ലാം തന്നെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടു, ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ നമ്മുടെ അസീമക്കായ കണ്ടു. അപ്പോൾ അസീമക്ക പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ആ സ്ഥലവും കൂടി അവർ ഏറ്റെടുത്തോട്ടെ, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അവിടെ അതിവിശാലമായിട്ട് വാഹനങ്ങൾ ഓടിക്കോട്ടെ, പുതിയ പാത വരുമ്പോൾ ആ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ നാട്ടിലെ ഉദാരമനസ്കരായ ജനങ്ങൾ പോലും പറയുന്നു, നമ്മുടെ ഈ പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യം അവരെന്തിനും തയ്യാറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനം അവിടെ നിലനിൽക്കുമ്പോൾ ഈ SUP എന്ന് പറയുന്ന പാലത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞില്ലെങ്കിൽ ഈ എല്ലാവർക്കും മനസ്സിലായില്ല. ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നുള്ള ഈ പറയുന്ന പാസേജിന്റെ പൊക്കം 4 മീറ്ററാണ് നിയതമായ നമ്മുടെ റോഡ് കോൺഗ്രസ് നിയമങ്ങളുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നിയമനിർമ്മാണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് 45 മീറ്ററിൽ 6 വരി പാത പണിയാൻ തീരുമാനിച്ചു. അതായത് 3.5 മീറ്റർ വീതിയുള്ള 6 വരി, അതായത് 21 മീറ്ററിലൂടെയാണ് ഈ പറയുന്ന 6 വരി പാത കടന്നു പോകുന്നത്. ഇവിടെ തന്നെ ആദ്യം ഈ റോഡ് പണിഞ്ഞപ്പോൾ 18, 20, 30, 40, 50 വർഷമായി വീടുകളിലേക്ക് വാഹനങ്ങൾ ഓടിച്ചു കയറിക്കൊണ്ടിരുന്നവർ, നടന്നു പോയിക്കൊണ്ടിരുന്നവർ, എത്രയോ പേർക്ക് ഇന്ന് വീടുകൾ വാഹനം കയറാനാക്കുന്നില്ല. തീർച്ചയായും വളരെ ആശങ്കയോട് കൂടിയാണ് നാട്ടുകാർ, ചാത്തന്നൂർ പ്രദേശവാസികൾ ഇപ്പോഴത്തെ അവരുടെ അഭിപ്രായം പലയിടത്തും രേഖപ്പെടുത്തുന്നത്. ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയം ചാത്തന്നൂരിനെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു ആവറേജ് വ്യവസായമൊക്കെ നടത്തിക്കൊണ്ടുപോയിരുന്ന കടകളും അതോടൊപ്പം അതിനോട് ചേർന്ന് താമസിച്ചിരുന്ന നിരവധി താമസക്കാരും ഒക്കെ ഉള്ള പ്രദേശമായിട്ടാണ് ചാത്തന്നൂർ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. തീർച്ചയായും ചെറിയ സമരം കൊണ്ട്
അല്ലെങ്കിൽ ഇന്ന് ഈ സമരം ഇവിടെ തീരുന്നത് കൊണ്ടൊന്നും ഈ വിഷയം പരിഹരിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഈ സമരപ്പന്തൽ ഇവിടുന്ന് അഴിച്ചു മാറ്റണോ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക്, സമാധാനപരമായ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ അധികൃതരുടെ കണ്ണുറക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള സമരപ്രവർത്തനങ്ങളുമായി ചാത്തന്നൂരിലെ ജനപ്രതിനിധികളും ചാത്തന്നൂരിന്റെ പൊതുസമൂഹവും നല്ല രീതിയിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ പറയുന്ന അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള അണ്ടർ പാസേജിനെ മറികടന്നുകൊണ്ട് പുതിയ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊന്ന് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന രീതിയിലുള്ള വസ്തുക്കൾ, ഇതിന്റെ വണ്ടികൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ വണ്ടികൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വസ്തുക്കൾ അക്വയർ ചെയ്തുകൊണ്ട് അതിനൊക്കെ നേതൃത്വം നൽകുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ, അത് ഞാൻ എടുത്തു പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു പ്രവർത്തനം ഇല്ലെങ്കിൽ നമുക്ക് ഇതുമായി മുന്നോട്ട് നല്ല ഒരു റിസൾട്ട് ഇതിനകത്ത് ലഭിക്കില്ല എന്ന് ഞാൻ ഈ അവസരം സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇത് ചാത്തന്നൂർ തിരുമുക്ക്, ചാത്തന്നൂരിനെ സംബന്ധിച്ച് തന്നെ ഈ പഞ്ചായത്തിന്റെ കുറുകെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഈ പഞ്ചായത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭൂപ്രദേശം ഈ ദേശീയപാതയ്ക്ക് അപ്പുറം തിരുമുക്ക് വഴി കടന്നു പോകുന്ന മീനാട്, മുളിയനാട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭൂപ്രദേശം എല്ലാം കിടക്കുന്നത് അപ്പുറത്താണ്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ചാത്തന്നൂര്. കോളേജും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹൈസ്കൂളുകളും പാരൽ കോളേജുകളും എല്ലാം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും വന്നു പോകുന്ന മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചാത്തന്നൂർ. ഇന്നിവിടെ ചാത്തന്നൂർ വികസന സമിതി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ജനങ്ങൾക്ക് പ്രായോഗികമായി ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ജനശ്രദ്ധയപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്താനും അതിനാവശ്യമായിട്ട് തിരുത്തൽ വരുത്താൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. എന്തായാലും ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇവിടെ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെല്ലാം ഇന്ന് മടച്ച് ഈ പ്രതിഷേധ സമരത്തിൽ അണിനിരന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പലരും പരാമർശിച്ച പോലെ ഇതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി ഉയർന്നു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പരപുരിതമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സംഘടനകൾ ഇതിനകം തന്നെ രൂപീകരിക്കുകയും ആ 2 സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായിട്ട് ചില സമര മാർഗങ്ങൾ നടത്തുകയും ചെയ്തു. നിശ്ചയമായും എല്ലാ ആളുകളും ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്ന പ്രശ്നമല്ല, സംസ്ഥാനം ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്ന ആരെന്നുള്ള പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ ഈ പ്രായോഗികമായി ഉണ്ടാകേണ്ട ഈ ഗതാഗത തടസ്സം, യഥാർത്ഥ മനുഷ്യൻ്റെ യാത്രാ സൗകര്യം നിഷേധിക്കുന്ന നിലയിലേക്കാണ് ദേശീയപാത വികസനം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം വികസനത്തെ സംബന്ധിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ വികസനം നമ്മുടെ ജീവിതത്തിൽ വിലങ്ങുതടിയാകുന്നു എന്നുള്ളതാണ് തിരുമുക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ളത്. നിശ്ചയമായി ഇതിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടി ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ നിശ്ചയമായും ഇത് തിരുത്താൻ ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ വളരെ ശക്തമായ രൂപത്തിലേക്ക് ഇത് പാരലായിട്ടുള്ള പാലം ഉണ്ടാക്കുകയോ അത് ഫ്ലൈ ഓവർ ഉണ്ടാക്കുകയോ ഏത് തരത്തിലായാലും അതിനാവശ്യമായിട്ട് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ വേഗതയിൽ ദേശീയപാത പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഈ പാതയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. വർക്ക് ചെയ്യുന്ന സൈറ്റുകളിൽ ചെന്ന് ഇതിന്റെ വിശദമായ വിവരങ്ങൾ ചോദിച്ചാൽ അവർ ഒന്നുകിൽ കേസെടുപ്പിക്കും അല്ലെങ്കിൽ വിരട്ടിവിടും. ആ ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ ആവശ്യമാണ് നടക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമുക്ക് ഒന്നിച്ചു നിന്ന് ചാത്തന്നൂരുകാരെന്ന നിലയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിൽ ഇടപെടണം. ഇതിന് അപാകതകൾ ഇവിടെ ചൂണ്ടിക്കാണിക്കണം. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരുടെയും ഒരു സന്ദേഹം നമ്മൾ താമസിച്ചു പോയി എന്നാണ്. ഒരിക്കലുമല്ല. ഇത് തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ പറ്റിയ ഉചിതമായ സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായി കാണും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്ന ഒരു ദേശീയ പാതയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയും
ലോകത്തെമ്പാടും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി എഞ്ചിനീയർമാരുള്ള നാട്ടിൽ നമുക്കിത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു അപാകത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഈ പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചാണ്. രാജശേഖരൻ ഇവിടെ ഊന്നി പറഞ്ഞത് പ്രൈവറ്റ് ബസ്സുകൾ ജംഗ്ഷനിൽ പോകുന്നില്ല. ആ ജംഗ്ഷനിൽ പോകാത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. ഒന്ന്, പെർമിറ്റ് കൊടുക്കുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് സമയമിട്ടാണ് പെർമിറ്റ് കൊടുക്കുന്നത്. ആ പെർമിറ്റ് കൊടുക്കുന്ന വാഹനങ്ങൾ ഓടിയെത്താതെ വരുമ്പോൾ അവർ ജംഗ്ഷനിൽ പോകാതെ തിരുമുക്ക് തിരിഞ്ഞു പോകും. ഇത് സ്ഥിരമാണ്. നമ്മൾ ഓരോ ദിവസവും ഇവിടെ വന്ന് നിന്നാൽ വിദ്യാർത്ഥികൾ ഓടുന്നത്, അതായത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ തിരുമുക്ക് വരെ ഓടുകയാണ് ബസിന്റെ പുറകെ. അപ്പൊ ഇതൊന്ന് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും? അതിന് പഞ്ചായത്തും അതുപോലെ തന്നെ ഈ വികസന സമിതിയും ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂടി ആലോചിച്ച് കൂട്ടായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ജനാധിപത്യ യുഗത്തിൽ ഒരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കുവാൻ പറ്റാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രചാരണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തിയെങ്കിലും ആ വൻമതിൽ ഉയർന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു കോഴിക്കോട് പോലുള്ള ഒരു അടിപ്പാത ചാത്തന്നൂർ തിരുമുക്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ കടമ്പാട്ടുകോണം മുതൽ പരിശോധിച്ചാൽ കടമ്പാട്ടുകോണം, അതേപോലെ തന്നെ പാരിപ്പള്ളി, കല്ലുവാതക്കൽ, ചാത്തന്നൂർ ജംഗ്ഷൻ, കൊട്ടിയം തുടങ്ങിയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും അടിപ്പാതയിൽ കൂടി പരിശോധിച്ചാൽ അവിടെയെല്ലാം 4-5 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാനുള്ള വളരെ വിസ്തൃതിയുള്ള അടിപ്പാതയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മൈലക്കാട് അണ്ടർപാസിൽ കൂടി ഒരു വണ്ടി ഇതുവഴി വന്ന് ചാത്തന്നൂർ ജംഗ്ഷൻ തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റെങ്കിലും അതിനു വേണ്ടി എടുക്കേണ്ടി വരും. NSS സ്കൂളുണ്ട്, ഗവൺമെന്റ് GHS സ്കൂളുണ്ട്, ചാത്തന്നൂർ SN കോളേജുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള IT അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 10,000-കണക്കിന് കുട്ടികളും നിരവധിയായിട്ടുള്ള സർക്കാർ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ചാത്തന്നൂർ ഈ യാത്രാക്ലേശം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഈ അണ്ടർ പാസേജിന് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ പറ്റൂ. നമ്മുടെ ചാത്തന്നൂർ വികസന സമിതി ഇന്ന് നടക്കുന്ന ഈ ജനകീയ ധർണയുടെ ആവശ്യകതയെക്കുറിച്ചൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം വളരെ വിസ്തരിച്ച് തന്നെ ഈ വിഷയം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതറിയാം. ചാത്തന്നൂരിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ വന്ന് പോകുന്നതിന് ഏറെക്കാലമായി നമുക്കതിന് പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. വികസനം നന്നായിട്ട് നടക്കുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ഒരു നാടിൻ്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള പ്രപ്പോസലുകൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ജനകീയ ധർണ നടത്തേണ്ടി വരികയില്ലായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കൊരു വാഹനം മാത്രം കടന്നു പോകുന്ന രീതിയിലുള്ള അണ്ടർ പാസേജ് മാത്രമാണ് നമുക്കുള്ളത്. ഇവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ, ഈ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പൈപ്പിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ചവരാണ് ഇവിടെയുള്ള പ്രദേശവാസികളും നമ്മളടക്കമുള്ളവരെല്ലാവരും തന്നെ. അതുകൊണ്ട് നമ്മുടെ ആവശ്യം തീർത്തും സത്യസന്ധവും നമുക്ക് അത് പരിഹരിച്ചു പോകേണ്ടതും ഏറെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ജനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ചാത്തന്നൂർ വികസന സമിതി ഇന്ന് ജനകീയ ധർണ നടത്തുകയും അത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ ഈ ഒരു ധർണ മുന്നോട്ട് പോകുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. തീർത്തും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ ഇത്തരത്തിലുള്ള ധർണ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയും നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ട ഇടപെടൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിലല്ല, ഒരു ചാത്തന്നൂർ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ ധരണയ്ക്ക് നിങ്ങളോടൊപ്പം കൂടെ കാണുമെന്നാണ് പറയുവാനുള്ളത്. ഈ ഒരു ജനകീയ ധരണ ഉദ്ഘാടനം ചെയ്തേ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.